ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിരുന്ന കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു തൂണിനെ നമ്മൾ മരമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പം നമ്മൾ സ്കൂളിലാണ് വീണ്ടും. അപ്പോൾ നമ്മളതിൻ്റെ കുറച്ച് കൂലി പറ്റിച്ചു. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഇന്ന ദിവസം ഭയങ്കര കറണ്ട് കട്ടിങ്. അപ്പോൾ കറണ്ട് കട്ടിങ് ആയതുകൊണ്ട് ഇന്ന് നമുക്ക് വൈകുന്നേരം വരെ വന്നിട്ടില്ല. അപ്പം നമുക്ക് മൊബൈലും ചാർജ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ ഈ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ്. താഴെപ്പുറത്ത് ഇച്ചിരി വലിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അപ്പം അവിടുന്ന് സ്റ്റെപ്പ് കയറിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ സ്റ്റെപ്പിൻ്റെ സൈഡിലാണ് നമ്മൾ ഈ തൂണ് ചെയ്തേക്കുന്നത്. അപ്പോൾ താഴെ നല്ല ബലത്തെയൊക്കെയാണ് തൂണ് നമ്മൾ ചെയ്തേക്കുന്നത്. നല്ല കോൺക്രീറ്റൊക്കെ ഇട്ട്, ഫുള്ള് കോൺക്രീറ്റൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് പെട്ടെന്നൊന്നും മറിഞ്ഞ് വീഴരുത്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം ഈ തൂണിൻ്റെ ഒരു കവരം പോലെ വെച്ചിട്ടുണ്ട്. ഒരു സൈഡിലോട്ടൊരു ബ്രാഞ്ച് പോയേക്കുന്നതിൻ്റെ കൂട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോർഡ് തൂക്കിയിടാനാണ്. അപ്പോൾ വർണ്ണക്കൂടാരം എന്നുള്ളൊരു ഇതിൽ നമുക്കവിടെ ഒരു ബോർഡ് തൂക്കിയിടാൻ വേണ്ടിയിട്ട് 2 കമ്പിയൊക്കെ ഇട്ട് കൊളുത്തി അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കവരം ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. തൂണ് നമ്മൾ മൊത്തം നെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ തൂണിൻ്റെ നമ്മൾ നെറ്റുണ്ട്. അതിനകത്ത് നെറ്റ് നമ്മൾ റൗണ്ട് വളച്ചിട്ട് പിന്നെ അതിനകത്ത് 12-ൻ്റെ കമ്പിയുണ്ട്, 8-ൻ്റെ കമ്പിയുണ്ട്. അതിങ്ങനെ റൗണ്ട് കറക്റ്റായിട്ട് കെട്ടി റിങ്ങൊക്കെ ഇട്ട്, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നെറ്റ് വെച്ചാൽ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇച്ചിരൂടെ നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ റിങ് ഇടയ്ക്കിടയ്ക്കേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി വെച്ച് നല്ല അകലെ വിട്ടാണ് നമ്മൾ റിങ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ റിങ് ഒരുപാട് റിങ്ങിനെക്കാട്ടി ഇച്ചിരൂടെ നല്ല ബലം കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ നെറ്റ് കൊടുത്തത്. അപ്പോൾ 12 മെഷീൻ മേടിച്ച് നീളത്തിൽ നമ്മളങ്ങ് റോള് ചുറ്റി അതിനകത്ത് വെച്ചിട്ട് അതിനകത്ത് കമ്പിയും കെട്ടി അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പം നല്ല ഗ്രിപ്പും കിട്ടും നമുക്ക്. ഷീറ്റാണ് നമ്മൾ ഫൈബറിൻ്റെ ഷീറ്റാണ് നമ്മൾ പൊതിഞ്ഞത്. ഷീറ്റ് നമ്മൾ റൗണ്ട് വളച്ചിട്ട് അങ്ങനെ കയറ്റി വെച്ചിരുന്നത്. എന്നിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം മറ്റേ മേളിലോട്ടുള്ള സൈഡിലോട്ടുള്ള ബ്രാഞ്ചസ് നമ്മൾ ചെയ്തത് മറ്റേ കമ്പി വെച്ചിട്ട് ചാക്ക് കെട്ടിയിട്ട് അങ്ങനെ നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ സ്റ്റെപ്പിൻ്റെ സൈഡിൽ ഒരു ഇച്ചിരി സ്ഥലം ഉണ്ടായിരുന്നു, താഴെ നിന്ന് വരുന്ന വഴിയുടെ അനുസരിച്ചിട്ട്. അപ്പോൾ അവിടെ ഒരു 2 അടിക്കുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു, 2-2.5 അടിക്കുള്ള ഗ്യാപ്പ്. ആ ഗ്യാപ്പ് നമ്മൾ കെട്ടി സെറ്റാക്കിയിട്ട് അവിടെ താഴെ നിന്നാണ് നമ്മൾ ഈ ഫില്ലർ കയറിയിരിക്കുന്നത്. കാരണം ഈ നമ്മളിപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ സ്റ്റെപ്പേ നിന്ന് മുകളിലോട്ട് വരുന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. പക്ഷേ നമ്മളിത് താഴേന്ന് അടിയുന്നേ ചെയ്തേക്കുവാണ്. അതിൻ്റെ സൈഡ് നമ്മൾ പാറ കെട്ടി നമ്മൾ റെഡിയാക്കിയിട്ടേക്കാണ് ഒരു സൈഡിൽ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന ചാന്ത് ഉപയോഗിച്ച് നമുക്ക് പാറയെല്ലാം കെട്ടി അതിൻ്റെ ഗ്യാപ്പൊക്കെ അടയ്ക്കണം. ഗ്യാപ്പൊക്കെ അടച്ചിട്ട് സ്റ്റെപ്പെല്ലാം അതേപോലെ തന്നെ. അപ്പോൾ ഇപ്പുറത്തെ എന്നോട് ചേർന്നുള്ള സ്റ്റെപ്പുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പും പാറ കെട്ടിയേക്കുവാണ്. അപ്പം അതേപോലെ തന്നെ നമുക്ക് പോയിൻ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വിടണം. രണ്ടും രണ്ടാകാൻ പാടില്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തിട്ടേക്കുന്നതിൻ്റെ കൂട്ട് തന്നെ നമ്മൾ ചെയ്യണം. നമ്മൾ മേളിൽ നിന്ന് നമ്മളിങ്ങനെ ചാന്ത് പറ്റിച്ച് താപ്പോട്ട് വരികയാണ്. ഇതിനകത്ത് വലിയ വർക്കൊന്നുമില്ല. നമ്മൾ പകുതിയും നമ്മൾ പെയിൻറ്റിങ്ങിനകത്താണ്. പകുതി സിമെൻറ്റിൽ നമ്മൾ പണിഞ്ഞെടുക്കും, ബാക്കി പകുതി നമ്മൾ പെയിൻറ്റിങ്ങിലുമാണ്, കളറിങ്ങിലുമാണ് നമ്മൾ ഒരു ഇത് കൊണ്ടുവരുന്നത്. ഒരു അനാട്ടമി സൈഡെല്ലാം നമ്മൾ സിമെൻറ്റ് വർക്കിൽ കൊണ്ടുവരും. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു 3/4 ഭാഗം വർക്ക് നമ്മൾ ഇതിനകത്തായിരിക്കും കൊണ്ടുവരുന്നത്, പെയിൻറ്റിങ്ങിനകത്തായിരിക്കും. അപ്പോൾ ഞങ്ങൾ സിമെൻറ്റ് ഉപയോഗിക്കുന്നത് 2 സൈസിലാണ്. അപ്പം രാംഗോഡ് തന്നെ സൂപ്പറും പിന്നെ രാംഗോഡ് സാധാ നമ്മൾ അതിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രാംഗോഡ് നമ്മൾ സൂപ്പർ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇച്ചിരി നല്ല കട്ടിയായിട്ട് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഈ രാംഗോഡ് സൂപ്പർ 25 kg നമ്മൾ എടുക്കും. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് പെട്ടെന്ന് സെറ്റാവും. പണ്ടത്തെ അരസ് സിമെൻറ്റിൻ്റെ കൂട്ടൊക്കെയാണ്. അപ്പം പെട്ടെന്ന് കട്ടിയാവും. അപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂറിനകത്ത് സൂപ്പർ ആയിട്ടാണ് കട്ടിയാവും. അപ്പോൾ നമ്മൾ സൂപ്പർ എടുക്കുന്നത്. അപ്പോൾ അതുള്ള നല്ല സിമെൻറ്റാണ്. പിന്നെ നമുക്ക് ഇച്ചിരി സ്ലോ ആയിട്ട് സെറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് രാംഗോഡ് തന്നെ നമ്മൾ സാധാ സിമെൻറ്റ് എടുക്കും. അപ്പോൾ അത് തന്നെ കുഴപ്പമില്ല. അപ്പം നമ്മൾ മേളിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ താഴെ വന്നു. മേളിലൊക്കെ പെട്ടെന്ന് തീരേണ്ടതുകൊണ്ട് നമ്മൾ സൂപ്പറാണ് ഉപയോഗിച്ചത് മേളിലൊക്കെ. പിന്നെ ഇച്ചിരി കനം വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ സൂപ്പറാണ് ഉപയോഗിച്ചത്. പിന്നെ നമ്മൾ രണ്ടും ഉപയോഗിച്ചിരുന്നു, കുഴപ്പമില്ല. പിന്നെ അടുത്ത നമ്മുടെ വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ വേരുകളൊക്കെ നമ്മൾ സൈഡിലോട്ട് പോന്നേക്കുന്നതിൻ്റെ കൂട്ട് നമുക്ക് റെഡിയാക്കണം.
അപ്പോൾ നമ്മൾ താഴെ നിന്നല്ല വന്നേക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ഇത് തോന്നിക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ സൈഡിലോട്ട് ആ വഴിയൊക്കെ നമ്മൾ ഈ വേരുകളൊക്കെ വന്നേക്കുന്നതിൻ്റെ കൂട്ട് നമ്മൾ മരത്തിൻ്റെ ആ ഒരു ഇത് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ഈ സൂപ്പർ എന്ന് വെച്ച് സിമെൻറ്റ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതാകുമ്പോൾ വെച്ച് കട്ടിക്ക് ഇരിക്കും, പെട്ടെന്ന് സെറ്റാവും. അപ്പം അതിനകത്ത് കല്ലൊക്കെ വെച്ചിട്ട് നമ്മൾ സിമെൻറ്റ് കട്ടയൊക്കെ വെച്ചിട്ടാണ് സൈഡിലോട്ടുള്ള ഈ വേരുകളൊക്കെ നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഇതേപോലെ മുകളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്തുവാ ഇച്ചിരി തോന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴും തോന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ മൊത്തത്തിൽ അങ്ങ് അടിക്കും, മറ്റേ ചാന്തടിച്ച് അങ്ങ് സെറ്റ് ചെയ്യും. അതിപ്പോൾ ഏത് ചാന്തായാലും മതി, സൂപ്പറോ അല്ല ഏതാണെന്ന് വെച്ചാൽ മതി. സൂപ്പറാണെങ്കിൽ പെട്ടെന്ന് സെറ്റാകും, അല്ലാന്നുണ്ട് മറ്റേതാണെന്നുണ്ടെങ്കിൽ സ്ലോ സെറ്റിങ് വരും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ ചാന്ത് അടിച്ച് വെക്കുക. ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മൾ പെയിൻറ്റിങ്ങിനകത്ത് പകുതി വരും, ബാക്കി ഇതിലുമാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ചാന്ത് പറ്റിക്കത്തില്ല, നമ്മളിങ്ങനെ കറണ്ട് കൊണ്ട് പോയി നമ്മൾ പറ്റിക്കാതെ ചാന്ത് ഇങ്ങനെ അടിക്കത്തേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഗ്രിപ്പ് വരണം നമുക്ക്. ഗ്രിപ്പ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മരത്തിൻ്റെ ആ ഒരു ഇത് വരത്തുള്ളൂ, ഒരു ഫിനിഷിങ് സംഭവം വരത്തുള്ളൂ. അപ്പം ഈ കറണ്ട് കൊണ്ട് ഒരു പറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് തേച്ച് കഴിയുമ്പോഴത്തേന് ആ തേച്ചതിൻ്റെ ആ ഗ്ലേസിങ് വരും. അപ്പോൾ അത് വരാൻ പാടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചാന്ത് ഇങ്ങനെ കുറേശ്ശെ വരെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് പോവുക. എന്നിട്ട് പിന്നെ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കുത്തി വിടണം. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് ഗ്രൗട്ട് നമ്മൾ വലുതായിട്ട് ഒഴിക്കുന്നില്ല, കാരണം ഗ്രൗട്ട് നേരത്തെ നമ്മൾ മേളിൽ ഒഴിച്ചപ്പം താപ്പോട്ടുകൂടെ നമ്മൾ ഒഴിച്ചിട്ടുന്നതാണ്. അപ്പം നനഞ്ഞ പോലെ നമ്മൾ ഗ്രൗട്ട് ഒഴിച്ചിട്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് അടന്നിടന്നിനി പോരും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി തോന്നതിന് ശേഷം നമ്മൾ ഗ്രൗട്ട് ഒഴിച്ച് തോന്നതിന് ശേഷം നമ്മൾ വീണ്ടും അടിക്കുന്നത്. അപ്പം അത് നമ്മളിന്ന് ഇപ്പം തന്നെ മുമ്പ് ഞാൻ 1 മണിക്കൂർ മുമ്പ് ഒഴിച്ചത്, അതുകൊണ്ട് ആ ഗ്രൗട്ട് നനയുമ്പോഴത്തേന് വീണ്ടും സെറ്റായിരിക്കും, കുഴപ്പമില്ല. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിൻ്റെ ഒക്കെ ഇങ്ങനെ അടിച്ചിട്ട് ഇടയ്ക്കൊക്കെ ഈ മുഴപ്പ് പോലൊക്കെ വരണം, ചെറിയ മുഴങ്ങും. പിന്നെ അതേപോലെ ചെറിയ ഈ മരം ശിഖരം വെട്ടിയതുപോലെ പാടും, ഒരു ബ്രാഞ്ചസിൻ്റെ പാടും, അങ്ങനെയൊക്കെ വെട്ടിമാറ്റിയതിൻ്റെ കൂട്ട്. പിന്നെ അതുപോലെ ഈ ഇച്ചിരി നമ്മൾ ചെയ്തേക്കുന്ന ഇച്ചിരി തൊലിയൊക്കെ പോയി ഇരിക്കുന്ന അങ്ങനെ ഒരു ഇച്ചിരി പഴയ മരം, ഉണങ്ങിയ മരം എന്നുള്ളൊരു സെറ്റപ്പിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം കുറച്ച് ഭാഗത്ത് തൊലിയൊക്കെ തന്നെ അടന്നു പോയി, അതിൻ്റെ ഉള്ളിൽ തടി തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ഇനി നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിൻ്റെ പരിപാടി ഏകദേശം നമ്മൾ സിമെൻറ്റ് വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കമ്പിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നത് കട്ട് ചെയ്ത് കളയാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഇന്നത്തെ ദിവസം കറണ്ട് വരത്തില്ലെന്നാണ് പറഞ്ഞത്, മെസ്സേജ് അങ്ങനെ വന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം കറണ്ടില്ല. അപ്പോൾ ഇനി അത് പിന്നെ വേറെ ദിവസത്തേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇനി ബാലൻസ് പടിയുണ്ട്, 2.5 അടിക്കകത്ത് നമ്മൾ വീതി കൂട്ടിയായിരുന്നല്ലോ, അപ്പോൾ അത് ആ പടിയുണ്ട്. അപ്പോൾ ആ പടി ഒക്കെ നമ്മൾ പാറ ഇട്ടാണ് കെട്ടിയത്. അപ്പോൾ അത് നേരത്തെ ഈ സൈഡ് പാറയാണ്, അപ്പോൾ അതേപോലെ തന്നെ പാറ വെച്ചിട്ട് കരിങ്കല്ല് ഉപയോഗിച്ചിട്ട് നമ്മളത് കെട്ടി. പിന്നെ അതൊക്കെ അതിൻ്റെ ഗ്യാപ്പൊക്കെ അടയ്ക്കാനുണ്ട്. അതിൻ്റെ ഗ്യാപ്പൊക്കെ അടച്ചിട്ട് അതിൻ്റെ ശേഖ അടച്ച് റെഡിയാക്കി ആ സ്റ്റെപ്പ് നിരത്തി സൈഡിലത്തെ റാമ്പ് നമുക്ക് അതിൻ്റെ നമുക്ക് അടയ്ക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇച്ചിരി നല്ല ഗ്യാപ്പുണ്ട്, പാറയൊക്കെ ഇട്ടിട്ടില്ല, ഇച്ചിരി ഗ്യാപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. അപ്പം ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഇവിടെ നിന്ന് വന്നിട്ട് ചോറ് കഴിക്കാൻ വിളിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞ് വരാം, ഇതാ വരുന്നു, ചോറ് കഴിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റേ രാമകോട്ട സാധാ സിമെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത നമ്മൾ മുളയും പിന്നെ മരത്തിൻ്റെ ചില്ല അതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്ത ഒരു പാലമാണ്. അപ്പോൾ ചെറിയ റോഡ് പോലുണ്ട്, ഇത് നോക്കി നമ്മൾ ടാറിങ് ആക്കും, ടാർ ചെയ്തതിൻ്റെ കൂട്ടാക്കും. അപ്പോൾ പെയിൻറ്റ് ചെയ്ത് ടാർ ചെയ്തെല്ലാം ആക്കിയിട്ട് സിഗ്നലും ഒക്കെ വെച്ചിട്ട് കൊടുക്കും. അപ്പം നമ്മൾ സൈഡ് പോയിൻ്റ് ചെയ്യുക. അപ്പം മരം ഏകദേശമൊക്കെ തീർന്നു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോം ആൻഡ് ജെറി ചെയ്യാനുണ്ട്, 2 പേരും കൂടെ ടോമിനെയും ജെറിയും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഇനി സിമെൻറ്റ് വർക്ക് ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്ഷൻ ആവും എന്നുള്ള സ്കൂളല്ലേ, അപ്പോൾ ഒബ്ജക്ഷൻ ആവും എന്നുള്ള ഒരു ഇത് പേടി വെച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.